നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. എല്ലാ CTV പ്രേക്ഷകർക്കും നന്മയും സമാധാനവും നിറഞ്ഞ പുതുവത്സരാശംസകൾ നേർന്ന് ആർച്ച് ബിഷപ്പ് മറാഠോസ് മാർത്തും ഔട്ടിൻ കുര്യാക്കോസ് മെത്രാപ്പോലീത്തയും. പുതുവത്സരാഘോഷങ്ങൾ അതിർവിടാതിരിക്കാൻ കനത്ത പോലീസ് ജാഗ്രത. ജപ്തി നടപടി നേരിടുന്ന വീട് വാടകയ്ക്കെടുത്ത ഭിന്നശേഷിക്കാരനും കുടുംബവും ദുരിതത്തിലായി. മറ്റത്തൂരിൽ ജനാധിപത്യം കശാപ്പ് ചെയ്തതിൽ LDF-നും BJP തുല്യ പങ്കാണെന്ന് മറ്റത്തൂരിലെ കോൺഗ്രസ് നേതാക്കൾ. വാർത്തകൾ വിശദമായി. എല്ലാ CTV പ്രേക്ഷകർക്കും നന്മയും സമാധാനവും നിറഞ്ഞ പുതുവത്സരാശംസകൾ നേരുന്നു. CTVയുടെ എല്ലാ പ്രേക്ഷകർക്കും പുതുവത്സരാശംസകൾ. 2026 വർഷം നിങ്ങൾക്ക് സന്തോഷത്തിന്റെയും പ്രത്യാശയുടെയും വിജയത്തിന്റെയും ഐശ്വര്യത്തിന്റെയും ഒക്കെ വർഷമാകട്ടെ. അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ ശരിയായ സന്തോഷം ഈ പുതുവത്സരത്തിൽ തുടർന്നുണ്ടാകാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒന്നുകൂടി ഹാപ്പി ന്യൂ ഇയർ. ദൈവം അനുഗ്രഹിക്കട്ടെ. CTVയുടെ എല്ലാ പ്രേക്ഷകർക്കും സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും അഭിവൃദ്ധിയുടെയും ഉയർച്ചയുടെയും പുതുവത്സരാശംസകൾ നേരുന്നു. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. പുതുവത്സരാഘോഷത്തിന്റെ മറവിൽ അക്രമം, പിടിച്ചുപറി, സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെയുള്ള അതിക്രമം എന്നിവ തടയാൻ പ്രത്യേക പദ്ധതി തയ്യാറാക്കി. ജില്ലയിലൊട്ടാകെ 700ഓളം പോലീസ് ഉദ്യോഗസ്ഥരെ വിന്യസിച്ചു. അനധികൃത മദ്യവിൽപ്പന, മയക്കുമരുന്ന് ഉപയോഗം, പൊതുസ്ഥലത്തെ മദ്യപാനം എന്നിവയ്ക്കെതിരെ നടപടിയുണ്ടാകും. അനുമതി വാങ്ങാതെയും ശബ്ദപരിധി ലംഘിച്ചുമുള്ള ഉച്ചഭാഷിണി ഉപയോഗത്തിനെതിരെ നടപടികൾ ഉണ്ടാകും. അനുവദനീയമല്ലാത്ത പടക്കങ്ങളും വെടിക്കോപ്പുകളും ഉപയോഗിക്കാനാകില്ല. മദ്യപിച്ചു വാഹനം ഓടിക്കുന്നവരെ കണ്ടെത്താൻ എല്ലാ പോലീസ് സ്റ്റേഷൻ പരിധികളിലും പ്രത്യേക പരിശോധനകൾ നടത്തും. ന്യൂ ഇയർ പാർട്ടികളിൽ മയക്കുമരുന്ന് വിൽപ്പനയും ഉപയോഗവും കണ്ടെത്താൻ ഷാഡോ പോലീസിനെ വിന്യസിക്കും. ബാറുകളിലും മറ്റു വിൽപ്പനശാലകളിലും സമയപരിധിക്ക് ശേഷം വിൽപ്പന അനുവദിക്കില്ല. വ്യാജ മദ്യം, കള്ള് എന്നിവ വിൽപ്പന കണ്ടെത്താൻ ബാറുകളിൽ നിന്നും കള്ളുഷാപ്പുകളിൽ നിന്നും സാമ്പിളുകൾ ശേഖരിക്കും. നഗരത്തും പരിസരങ്ങളിലും ക്രമസമാധാനം ഉറപ്പുവരുത്താൻ പട്രോളിംഗ് സംഘങ്ങളെ നിയോഗിക്കുന്നു. ജില്ലയിലേക്ക് പ്രവേശിക്കുന്നതും പുറത്തു പോകുന്നതുമായ എല്ലാ വാഹനങ്ങളും നിരീക്ഷിക്കാൻ ക്യാമറ സംവിധാനം ശക്തമാക്കി. തൃശൂർ നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ റെയിൽവേ സ്റ്റേഷൻ, ബസ് സ്റ്റാൻഡുകൾ എന്നിവിടങ്ങളിലായി സ്ഥാപിച്ചിരിക്കുന്ന 500-ലധികം CCTV ക്യാമറകൾ പകർത്തുന്ന ദൃശ്യങ്ങൾ തത്സമയം നിരീക്ഷിക്കാൻ സംവിധാനം പോലീസ് കൺട്രോൾ റൂമിലുണ്ട്. റോഡ് നിയമങ്ങൾ ലംഘിക്കുന്നതിനെതിരെ കർശന നടപടി സ്വീകരിക്കും. വാഹന പരിശോധന ഊർജിതമാക്കും. പള്ളികളിലും ആരാധനാലയങ്ങളിലും രാത്രി പ്രാർത്ഥനാ ചടങ്ങുകളിൽ പങ്കെടുക്കാൻ എത്തുന്ന സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവരുടെ സംരക്ഷണം ഉറപ്പുവരുത്തും. രാത്രി സമയത്ത് വീടുകൂട്ടി പ്രാർത്ഥനാ ചടങ്ങുകളിലും ആഘോഷ പരിപാടികളിലും പങ്കെടുക്കാൻ പോകുന്നവർ വീടിനകത്ത് സൂക്ഷിച്ചിരിക്കുന്ന പണത്തിന്റെയും സ്വർണ്ണാഭരണങ്ങളുടെയും സുരക്ഷിതത്വം ഉറപ്പാക്കണം. ലഹരിയുടെ ഉപയോഗം, വിപണനം എന്നിവ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ ആന്റി നാർക്കോട്ടിക്കൽ സ്പെഷ്യൽ നമ്പറായ 9497277797 എന്ന നമ്പറിലേക്ക് വിളിച്ചറിയിക്കാവുന്നതാണ്. തൃശൂരിലെ സൗജന്യ ഭക്ഷണ പദ്ധതി നടപ്പിലാക്കുന്ന മന്ന പന്തലിൽ ലയൺസ് ക്ലബ് ഡിസ്ട്രിക്ട് 318D ആദരണീയയായ തൃശൂർ മേയർ ഡോക്ടർ നിജി ജസ്റ്റിന് ഉജ്ജ്വല വരവേൽപ്പ് നൽകി. കഴിഞ്ഞ 2.5 വർഷമായി ലയൺസ് ക്ലബ്ബുകളും തൃശൂർ കോർപ്പറേഷനുകളും ചേർന്ന് നടത്തിവരുന്ന സൗജന്യ ഉച്ചഭക്ഷണ പദ്ധതിയുടെ ഭാഗമായാണ് ഈ ചടങ്ങ്. നിരവധി സേവന പ്രവർത്തകരും ക്ലബ്ബ് നേതാക്കളും ഇപ്പോഴത്തെ സാമൂഹിക പ്രവർത്തനങ്ങളുടെ ഭാഗമായി പങ്കെടുത്തു. സമ്മേളനത്തിൽ മേയർ നിജി ജസ്റ്റിൻ സേവന പ്രവർത്തനങ്ങളിൽ ലയൺസ് സംഘങ്ങളുടെ പ്രവർത്തനങ്ങളെ അഭിനന്ദിച്ചു. മന്നയിൽ പ്രവർത്തനം ആരംഭിച്ച സൗജന്യ വസ്ത്ര വിതരണ പദ്ധതിക്കും അഭിനന്ദനം അറിയിച്ചു. സന്ദർശനങ്ങളിൽ ഒന്നിലും തനിക്ക് പൂക്കൾ, ബൊക്കെ, ഷാൾ, മൊമെന്റോ എന്നിവ നൽകേണ്ടതില്ലെന്നും ആ പണം മേയറുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകണമെന്നുമാണ് അവർ അഭ്യർത്ഥിച്ചത്. ലയൺസ് ഡിസ്ട്രിക്ട് ഗവർണർ ജെ കൃഷ്ണൻ അധ്യക്ഷനായി. കൌൺസിലർ ബാബുരാജ് പ്രസംഗിച്ചു. ലയൺസ് ക്യാബിനറ്റ് സെക്രട്ടറി ശ്രീധരൻ നായർ സ്വാഗതം ആശംസിച്ചു. ലയൺസ് ക്യാബിനറ്റ് സെക്രട്ടറി രാധിക ജയകൃഷ്ണൻ, മുരളി, ഡോക്ടർ ജയരാജ്, ഡിസ്ട്രിക്ട് PRO കൈപ്പള്ളി വിഷ്ണു എന്നിവർ ആശംസകൾ അറിയിച്ചു. വിവിധ ലയൺസ് ക്ലബ്ബുകളിൽ നിന്നായി അനേകം പ്രമുഖ നേതാക്കൾ ഈ അവസരത്തിൽ പങ്കെടുത്തിരുന്നു. ജപ്തി നടപടികൾ നേരിടുന്ന വീട് വാടകയ്ക്ക് നൽകി ദുരിതക്കയത്തിൽ ഒരു കുടുംബം. ജപ്തി നടപടികൾ നേരിടുന്ന വീട് 3.5 ലക്ഷം രൂപ ഈടായി വാങ്ങി വാടകയ്ക്ക് നൽകി വീട്ടുടമ. കൊടുത്ത പണം തിരിച്ചു ലഭിക്കാതെ വീട്ടിൽ നിന്നും ഇറങ്ങേണ്ട സ്ഥിതിയിൽ ഭിന്നശേഷിക്കാരനായ ഗൃഹനാഥനും കുടുംബവും. 1.5 വയസ്സിൽ പോളിയോ ബാധിച്ച് ഇരുകാലുകളുടെയും ചലനശേഷി നഷ്ടപ്പെട്ട് നിരങ്ങി നീങ്ങി ലോട്ടറി വിറ്റ് ഉപജീവനം നടത്തുന്ന കമ്പനിപ്പടി സമന്യനഗർ കുന്നമ്പത്ത് വീട്ടിൽ സുരേഷിനാണ് ഈ ദുരവസ്ഥ. വീട്ടിൽ സുരേഷിന്റെ അമ്മ ലീലാവതി, ഭാര്യ കാർത്തിയേനി, വിദ്യാർത്ഥികളായ 2 മക്കൾ എന്നിവർ താമസിക്കുന്നു. കഴിഞ്ഞ വർഷം തറവാട് വീട് ഭാഗം വെച്ച് ലഭിച്ച തുക ഈടായി നൽകി സുരേഷ് വാടകയ്ക്ക് വീടെടുത്തു. എന്നാൽ പണം വാങ്ങിയ വീട്ടുടമ ജോളി സാം നാടുവിട്ടു പോവുകയും പിന്നീട് ബന്ധപ്പെടാൻ കഴിയാത്ത സ്ഥിതി വരികയും ചെയ്തു. ഒരു തവണ ബന്ധപ്പെട്ടപ്പോൾ പണം തിരികെ നൽകാൻ കഴിയില്ലെന്നും
വേണമെങ്കിൽ കേസ് കൊടുത്തോളാനുമായിരുന്നു വീട്ടുടമയുടെ മറുപടി. ഇതിനിടയിലാണ് വീട് പണയം വെച്ച് വീട്ടുടമ എടുത്ത വാടകയിൽ PNB ഹൗസിംഗ് ഫിനാൻസ് ലിമിറ്റഡിൽ നിന്ന് 22 ലക്ഷം രൂപയിലധികം കുടിശ്ശിക ഉണ്ടാകുന്നത്. ഇതോടെ ജപ്തി നടപടികളുമായി ബാങ്ക് രംഗത്തെത്തി. നിലവിലെ സാഹചര്യത്തിൽ എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലാണ് സുരേഷും കുടുംബവും. എൻ്റെ പേര് സുരേഷ് എന്നാണ്. എൻ്റെ കാലം 1.5 വയസ്സിൽ തളർവാദം വന്നിട്ട് ഞാൻ അരക്ക് കീഴ്പ്പെട്ട് തളർന്നൊരു വ്യക്തിയാണ്. എനിക്ക് ജീവിക്കാൻ വയ്യില്ലാതെ ഞാൻ ലോട്ടറി കച്ചവടമാണ് നടത്തുന്നത്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞാൻ ചെമ്പൂത്തിൽ നിന്ന് താമസിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ചെമ്പൂത്തിൽ നിന്ന് എനിക്ക് ഭാഗം വെപ്പ് കഴിഞ്ഞപ്പോൾ എനിക്കൊരു 3.5 ലക്ഷം രൂപ കിട്ടുകയും ആ കാശ് കൊണ്ടുവന്ന് ഞാൻ കമ്പനിപ്പടി എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ലീസിന് എടുക്കുകയാണ് ചെയ്തത്. കഴിഞ്ഞ മാസം 16-ാം തീയതിയോടുകൂടി എൻ്റെ കാലാവധി കഴിയും. ഉടമസ്ഥനോട് ഞാൻ കാശ് തിരിച്ചു ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു തരാൻ സാധിക്കുകയില്ല, വേണമെങ്കിൽ കേസും പോയിക്കോളാനാണ് പറയുന്നത്. എനിക്കാണെങ്കിൽ ഭാര്യയും 2 കുട്ടികളും 90 വയസ്സായ എൻ്റെ അവസ്ഥ ഞങ്ങള് അമ്മയുണ്ട്, 2 മക്കളുണ്ട്. അവർക്ക് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പഠിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയിലാണ്. കടം മേടിച്ച് ഞങ്ങൾ ഒരു പരുവായി. ഇപ്പൊ എന്താ ഇതുമായി ബന്ധപ്പെട്ട് എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ 3 ലക്ഷം രൂപ ഞങ്ങള് കൊടുത്തിട്ട് കരാർ എഴുതിയിട്ടുണ്ട്. അത് കിട്ടണം. ഞങ്ങൾ ഇന്നെങ്കിൽ ഇന്ന് ഇറങ്ങി കൊടുക്കാൻ തയ്യാറാ. ഞങ്ങൾ ഇവിടെ വന്ന് 3 മാസം കഴിഞ്ഞപ്പോഴേക്കാണ് ഓരോരുത്തര് ബാങ്കുകാര്, വണ്ടിയുടെ ഓണർമാര് ഒക്കെ പലിശക്ക് കാശ് എടുത്തൊന്നും പറഞ്ഞിട്ട് ഓരോരുത്തർ കയറി വന്നു തുടങ്ങി. ബാങ്കുകാരൊക്കെ 6 മണി നേരത്തെ 7 മണി നേരത്തൊക്കെയാണ് കയറി വന്നിരുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു, ഞങ്ങൾക്ക് ഒരു പെൺകുട്ടിയാണ് ഇങ്ങോട്ട് കയറി വരാൻ പറ്റും, ഞങ്ങൾ നിങ്ങളുടെ കയ്യിൽ പൈസ മേടിച്ചിട്ടില്ല, ഓണറെ വിളിക്കാൻ പറഞ്ഞു. ഓണറെ വിളിച്ചപ്പോ പറഞ്ഞു ഇനി അവര് വരില്ല എന്ന് പറഞ്ഞു. പിന്നെയും കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ വീണ്ടും ഓരോ കാറിന്റെ ബുക്കും പേപ്പറും വെച്ചിട്ട് അവര് പൈസ എടുത്തിട്ടുണ്ട്, അവരും വന്നു തുടങ്ങി. അങ്ങനെ ഓരോരുത്തർ കയറി വന്ന് നോട്ടീസ് ഒട്ടിച്ച് പോണു. എന്നിട്ട് ഇവര് പറയുന്നു വീട് നോക്കാൻ വരുന്ന ആൾക്കാർ ഞങ്ങൾ മുടക്കി വിട്ടു, തല്ലി വിട്ടു എന്നൊക്കെയാണ് പറയണത്. സ്റ്റേഷനിൽ ഞങ്ങൾ പരാതി കൊടുത്തു. SIയുടെ അടുത്ത് അവർ പറഞ്ഞു ഞങ്ങള് ബ്രോക്കർമാരെ തല്ലി വിട്ടു. ഞാൻ രാവിലെ എണീറ്റ് പോയി കഴിഞ്ഞ് ഞാൻ വീട്ടുപണിക്ക് പോണത്. രാവിലെ പോയി കഴിഞ്ഞാൽ ഞാൻ വരുന്നത് 4 മണി 5 മണിക്കാണ്. ഇവിടെ ആര് വരുന്നു എന്ത് ചെയ്യണമെന്നൊന്നും ഞങ്ങൾക്കറിയില്ല. എന്നിട്ട് ഞങ്ങൾ മുടക്കി വിടുകയാണെന്നാണ് ഇതിന്റെ ഓണറും ബ്രോക്കറും പറയുന്നത്. ഞങ്ങൾ ഇനി എങ്ങോട്ട് ഇറങ്ങിപ്പോവാൻ തയ്യാറില്ല. ഞങ്ങൾ ഇവിടുന്ന് ഇറക്കി വിട്ടാൽ ഞങ്ങൾ പെട്രോൾ വെച്ച് തീ കൊടുക്കും. അതെല്ലാം കരുതി കൂട്ടിട്ട് തന്നെ ഞങ്ങൾ ഇരിക്കുന്നത് 4 പേരും. ഞങ്ങൾക്കല്ലാണ്ട് വേറൊരു വഴിയില്ല ചേട്ടാ. ഇല്ലാത്ത കാശും കടം മേടിച്ച് ഈ സാപ്പത്തിൽ നിന്ന് ഓണം എടുത്തിട്ട് കൂടിയാണ് അവർക്ക് കാശ് കൊടുത്തത്. അത്രയും ഗതികേടില്ല ഞങ്ങള്. മത്തത്തൂർ പഞ്ചായത്തിൽ കോൺഗ്രസിൽ നിന്നും തെറ്റിപ്പിരിഞ്ഞ് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടവർ പദവി രാജിവെച്ച് കോൺഗ്രസിൽ തിരിച്ചു വരണമെന്ന് മുൻ പഞ്ചായത്ത് അംഗം ബെന്നി തുണ്ടുകൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ജനാധിപത്യത്തെ കശാപ്പ് ചെയ്തതിൽ LDFനും BJPക്കും തുല്യ പങ്കാണുള്ളതെന്നും ഇതിന്റെ ഉത്തരവാദിത്വം കോൺഗ്രസിന്റെ തലയിൽ കെട്ടിവെക്കാനുള്ള ഗൂഢതന്ത്രമാണ് LDF നടത്തുന്നതെന്നും
മഹിളാ ബ്ലോക്ക് സെക്രട്ടറി ശാലിനി ജോയ്, കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറി നൌഷാദ് കല്ലുംപറമ്പിൽ, തങ്കമണി മോഹൻ, മണ്ഡലം സെക്രട്ടറി വി പിയൂസ് എന്നിവർ പറഞ്ഞു. തൃശൂർ ഈസ്റ്റ് ഫുഡിന് സമീപം കോരപ്പത്ത് ലൈനിലെ പാപ്പംകട എന്ന ബേക്കറി സ്ഥാപനത്തിലെ ഗ്യാസ് സിലിണ്ടർ ലീക്കായി കടയ്ക്ക് തീപിടിച്ചു. അഗ്നിശമന സേന സ്ഥലത്തെത്തി തീ പൂർണ്ണമായും അണച്ചു. ഉള്ളിലുണ്ടായിരുന്ന ഗ്യാസ് സിലിണ്ടർ പുറത്തെത്തിച്ച് അപകടാവസ്ഥ ഒഴിവാക്കി. സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ MG രാജേഷിന്റെ നേതൃത്വത്തിലാണ് സേന തീ അണച്ചത്. കലാഭവൻ മണി മെമ്മോറിയൽ അവാർഡുകൾ കലാഭവൻ മണിയുടെ 55ാം ജന്മദിനമായ ജനുവരി 1-ന് വിളംബരം നടത്തുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. മാർച്ച് ആദ്യ വാരമാണ് അവാർഡുകൾ സമർപ്പിക്കുക. മികച്ച നടനുള്ള അവാർഡ് മമ്മൂട്ടിക്കും നടിക്കുള്ള അവാർഡ് കുമാരി കല്യാണി പ്രിയദർശനും നൽകും. ചലച്ചിത്ര രംഗത്തെ വിവിധ രംഗങ്ങളിലുള്ളവർക്ക് അവാർഡുകളുണ്ട്. വാർത്താ സമ്മേളനത്തിൽ MK ഇസ്മായിൽ, US മോഹനൻ, PMM ഷരീഫ്, VK മുരളി, ഹേമ ജെയിംസ് എന്നിവർ പങ്കെടുത്തു. ഇടവേള. Mediplus Diagnostics, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കണക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും. ജനറൽ മെഡിസിൻ MD, കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് ഡയബറ്റോളജിസ്റ്റ് വൈകിട്ട് 5 മണി മുതൽ സേവനമനുഷ്ഠിക്കുന്നു. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെ ബുക്കിംഗിനുമായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങണില്ല, ഏത് നേരം ഈ പാവയും പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ, പ്രണയ നൈരാശ്യം, കിടക്കയിൽ മൂട്ട? മൂട്ടയൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഓ, ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. കഥ കേൾക്കാൻ റെഡിയായിട്ടായിരുന്നു അച്ചു വന്നത്. കുനുകുനയുള്ള കുഞ്ഞക്ഷരങ്ങൾ, ഒരു രക്ഷയുമില്ല. പണ്ടുള്ളവർ പറയുന്നത് പോലെ കണ്ണങ്ങട് പിടിക്കുന്നില്ല. വിഷമിച്ചാണ് പോയതെങ്കിലും അമ്മയ്ക്ക് വായിക്കാൻ പാകത്തിന് വലിയ അക്ഷരങ്ങളിൽ കണ്ണിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരവുമായാണ് എന്റെ കുഞ്ഞ് കൺസൾട്ടന്റ് എത്തിയത് കേട്ടോ. യെസ്, തൃശൂർ മണ്ണുത്തിയിലുള്ള ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്. കണ്ണ് സംബന്ധിച്ച എല്ലാ വിഷമതകൾക്കും കംപ്ലീറ്റ് സൊല്യൂഷൻ ഇവിടെയുണ്ട്. അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള നേത്ര ചികിത്സയ്ക്ക് ശേഷം കണ്ണിൽ വന്ന മാറ്റം എനിക്ക് കുറച്ചൊന്നുമല്ല ആത്മവിശ്വാസം നൽകിയത്. ഇനിയും 100 കഥകൾ വായിച്ചു കൊടുക്കാൻ പ്രാപ്തമായ മിഴികളാക്കി തിരിച്ചു തന്നത് ഡോക്ടർ ആശയാണ്. കാഴ്ചയാണ് ഭാഗ്യം. ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്, മണ്ണുത്തി, തൃശൂർ. വാർത്തകൾ തുടരുന്നു. മുല്ലക്കര ഇൻഫന്റ് ജീസസ് ദേവാലയത്തിൽ ഉണ്ണി ഈശോയുടെ ഊട്ടുതിരുനാൾ ജനുവരി 1-ാം തീയതി വ്യാഴാഴ്ച രാവിലെ 10 മണിക്ക് ഫാദർ ഡിജോ മുരിങ്ങത്തേരി മുഖ്യ കാർമ്മികത്വം വഹിക്കുന്ന ആഘോഷമായ തിരുനാൾ കുർബാനയും ഫാദർ ഡിജോ മച്ചിങ്ങൽ നൽകുന്ന തിരുനാൾ സന്ദേശവും തുടർന്ന് ഊട്ടുനേർച്ചയും ഉണ്ടായിരിക്കുന്നതാണ്. കൗതുക കാഴ്ചയായി കാടിറങ്ങി വരുന്ന കാട്ടുപന്നിക്കൂട്ടം. മണ്ണുത്തി വടക്കഞ്ചേരി ദേശീയപാത 6-ാം കല്ലിൽ സർവീസ് റോഡിലൂടെ കൂട്ടമായി കാട്ടുപന്നികൾ നടന്നു നീങ്ങുന്നത് കണ്ടാൽ പരിസരവാസികളല്ലാത്തവർ ഭയക്കും. എന്നാൽ പ്രദേശവാസികൾക്കും കടയുടമകൾക്കും പുതുമയുള്ള കാഴ്ചയല്ല ഇത്. 3 മാസത്തിലേറെയായി എല്ലാ ദിവസവും വൈകുന്നേരം 5 മണിക്കും 6:30-ക്കുമിടയിൽ കാട്ടുപന്നിക്കൂട്ടം നടക്കാനിറങ്ങും. സർവീസ് റോഡിലോ കടകളുടെ പരിസരത്തോ കയറാതെ അഴുക്കുചാലിന് മുകളിൽ തയ്യാറാക്കിയിട്ടുള്ള നടപ്പാതയിലൂടെ വരിവരിയായി നടക്കും.
സമീപത്തെ മലയിൽ നിന്ന് ഇറങ്ങി വരുന്നതാണ് ഇതെന്ന് നാട്ടുകാർ പറയുന്നു. ഒന്നും തട്ടിമറിക്കാതെ, കഴിക്കാൻ എന്തെങ്കിലും നൽകിയാൽ കഴിക്കാതെ മണത്ത് വരിവരിയായി നടന്ന് മലയിലേക്ക് കയറിപ്പോകും. അപരിചിതരായ ആളുകൾ കൗതുകം കൊണ്ട് ഫോട്ടോ എടുക്കാൻ നിന്നാൽ അതിവേഗം നടന്ന് നീങ്ങി പ്രതിഷേധം അറിയിക്കും. രാത്രി സമയങ്ങളിൽ ഇവർ ഇറങ്ങാറില്ലെന്ന് നാട്ടുകാർ പറയുന്നു. പെട്ടെന്ന് കാട്ടുപന്നിക്കൂട്ടം മുന്നിൽ കാണുമ്പോൾ ഇരുചക്ര വാഹനങ്ങളിൽ വരുന്നവർ ഭയക്കാറുണ്ടെന്നും ഇതൊരുപക്ഷെ അപകടത്തിന് കാരണമാകാമെന്നും നാട്ടുകാരിൽ ചിലർ പറയുന്നു. കുറുക്കൻപാറയിലെ കുന്നംകുളം താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് നിർമ്മിക്കുന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന വൃക്ഷങ്ങൾ മുറിച്ചു മാറ്റാൻ ജനുവരി 13 രാവിലെ 11 മണിക്ക് പൊതുമരാമത്ത് കെട്ടിട വിഭാഗം കുന്നംകുളം അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ ഓഫീസിൽ ലേലം നടത്തുന്നു. ലേലത്തിൽ പങ്കെടുക്കാൻ താൽപര്യമുള്ളവർ കൃത്യസമയത്ത് ഹാജരാകണം. 8200 രൂപ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കെട്ടിട ഉപവിഭാഗം എന്ന വിലാസത്തിൽ വടക്കാഞ്ചേരിയിൽ മാറാവുന്ന ഡിമാൻഡ് ഡ്രാഫ്റ്റോ പണമോ നിരന്തരമായി കെട്ടിവെക്കേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9497313699 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. തപാൽ RMS ജീവനക്കാരുടെ 41ാം സംയുക്ത സംസ്ഥാന സമ്മേളനം ജനുവരി 2, 3, 4 തീയതികളിൽ റീജിയണൽ തിയേറ്ററിൽ നടത്തുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ജനുവരി 3 മന്ത്രി P. രാജീവ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. മുൻ MP P. കരുണാകരൻ അധ്യക്ഷനാകും. വിവിധ ട്രേഡ് യൂണിയൻ നേതാക്കൾ സംസാരിക്കും. സാംസ്കാരിക സമ്മേളനം റവന്യൂ മന്ത്രി K. രാജൻ 5 മണിക്ക് ഉദ്ഘാടനം ചെയ്യും. കവി C. രാവുണ്ണി അധ്യക്ഷനാകും. മഹിളാ സമ്മേളനം P. സൈരബ ഉദ്ഘാടനം ചെയ്യും. പൊതുസമ്മേളനം 4 ഞായറാഴ്ച CPM സംസ്ഥാന സെക്രട്ടറി M.V. ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്യും. വാർത്താ സമ്മേളനത്തിൽ I.B. ശ്രീകുമാർ, P.S. സിദ്ദീഖ്, പ്രസാദൻ, അതുൽ എന്നിവർ പങ്കെടുത്തു. പാലക്കാട് ലക്കിടിയിൽ പ്രവർത്തിക്കുന്ന അസാബ് കേരളയുടെ സ്കിൽ പാർക്കിന് കീഴിൽ ഡ്രോൺ പൈലറ്റ് കോഴ്സിന് അപേക്ഷ ക്ഷണിക്കുന്നു. 18 വയസ്സ് പൂർത്തിയായവർക്ക് പ്രവേശനം നേടാം. 5 ദിവസത്തെ പരിശീലനം വിജയകരമായി പൂർത്തിയാക്കുന്നവർക്ക് ഡയറക്ടർ ഓഫ് സിവിൽ ഏവിയേഷൻ നൽകുന്ന 25 കിലോഗ്രാം വരെ ഭാരമുള്ള ഡ്രോൺ ഉപയോഗിക്കാനുള്ള ലൈസൻസ് ലഭിക്കും. അസാമിന്റെ വിദ്യാനഗറിലുള്ള കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിലാണ് കോഴ്സ്. കൂടുതൽ വിവരങ്ങൾക്ക് 9495999667 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. തെക്കുംകര പാരിശ്ശേരി ഗോപാലകൃഷ്ണൻ നായർ എന്ന രാജൻ നായർ അന്തരിച്ചു. 80 വയസ്സായിരുന്നു. സുലോചനയാണ് ഭാര്യ. ബാബുരാജ്, ദിബുരാജ്, ദീപ എന്നിവർ മക്കളും പ്രീത, മഞ്ജു, ഗിരീഷ് എന്നിവർ മരുമക്കളുമാണ്. സംസ്കാരം ചെറുതുരുത്തി ശാന്തി തീരത്ത് നടന്നു. ഇടവേള. ആതുര ശുശ്രൂഷ രംഗത്ത് 4 നൂറ്റാണ്ടായി മഹനീയ സേവനം കാഴ്ചവെച്ച് വിലങ്ങന്നൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന പനക്കൽ ആയുർവേദ ഫാർമസിയുടെ നവീകരിച്ച ആയുർവേദ ക്ലിനിക് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നു. തിങ്കൾ, വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ ഡോക്ടർ വിനയ ജിബിൻ പനക്കൽ രോഗികളെ പരിശോധിക്കുന്നു. സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനാ സംവിധാനം. ഏത് രോഗത്തിനും പ്രതിവിധി. പനക്കൽ ആയുർവേദ ഫാർമസി, വിലങ്ങന്നൂർ. ഫോൺ നമ്പർ 9495225992. പരിശുദ്ധ സ്വർണ്ണ വിപണനത്തിന്റെ വിശ്വസ്തവും സംതൃപ്തവുമായ 40 വർഷങ്ങൾ. സണ്ണീസ് ജ്വല്ലറി. കാലത്തിനൊപ്പം മാറുന്ന ഡിസൈനുകളുമായി തീർത്തും പരിശുദ്ധമായ സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങൾ. ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാൻ വിപുലമായ കളക്ഷൻസ്. സുദീർഘമായ 4 പതിറ്റാണ്ടിലൂടെ ആർജിച്ചെടുത്ത ജനവിശ്വാസം. മണ്ണുത്തിയിൽ തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപവും പോസ്റ്റ് ഓഫീസിന് സമീപവുമായി 2 ഷോറൂമുകൾ. മോഹന വാഗ്ദാനങ്ങളില്ലാത്ത വിശ്വസ്ത സ്ഥാപനം. സണ്ണീസ് ജ്വല്ലറി, തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപം, മണ്ണുത്തി. പോസ്റ്റ് ഓഫീസിന് സമീപം, മണ്ണുത്തി. മൂർക്കരക്കര സജി ഫാബ്രിക്സിൽ അതിശയിപ്പിക്കുന്ന വിലക്കുറവുമായി വാർഷിക ക്ലിയറൻസ് സെയിൽ. ഡിസംബർ 1 മുതൽ 25 വരെ മനം നിറയുന്ന വസ്ത്രങ്ങൾ കൈ നിറയെ വാങ്ങാനുള്ള അവസരം. യഥാർത്ഥ ഡിസ്കൗണ്ട് സെയിലിന്റെ വിശ്വാസം നേരിട്ടറിയൂ. ടോപ്പ്, കുർത്തീസ്, ഷർട്ട്, കിഡ്സ് വെയർ എന്നിവയുടെ ക്ലിയറൻസ് സെയിൽ. സാരി, റണ്ണിംഗ് മെറ്റീരിയൽസ്, ചുരിദാർ മെറ്റീരിയൽസ്, ജീൻസ്, സ്പോർട്സ് വെയർ തുടങ്ങി ഒരു കുടുംബത്തിന് ആവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഒരു കുടക്കീഴിൽ. സജി ഫാബ്രിക്സ്, മൂർക്കനിക്കര. ഫോൺ 7306743585. വാർത്തകൾ തുടരുന്നു. ജോലി കഴിഞ്ഞ് മടങ്ങാൻ നിന്ന പെൺകുട്ടിയെ ഉപദ്രവിക്കാൻ ശ്രമിച്ച യുവാവിനെ കുത്തിപ്പരിക്കേൽപ്പിച്ച സംഭവത്തിലെ പ്രതി പിടിയിലായി. കറുകുറ്റി തേർക്കൂട്ടം വീട്ടിൽ അക്ഷയിലെയാണ് ചാലക്കുടി പോലീസ് അറസ്റ്റ് ചെയ്തത്. കൈവശം കരുതിയ മാരകായുധം ഉപയോഗിച്ച് ജോബിനെ കുത്തിയതിനാണ് കേസ്. ഗുരുതരമായി പരിക്കേറ്റ ജോബിനെ ഉടൻ തന്നെ അടുത്തുള്ള ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. സമൂഹ മാധ്യമങ്ങളിലൂടെ വർഗീയ വിദ്വേഷം പടർത്തുന്ന രീതിയിലുള്ള വീഡിയോകളും ഫോട്ടോകളും പ്രചരിപ്പിച്ച അസം സ്വദേശി കയ്പമംഗലത്ത് പോലീസ് പിടിയിലായി. അസം മോറുഗോൾ സ്വദേശി റോഷിദുൾ ഇസ്ലാമിനെയാണ് അറസ്റ്റ് ചെയ്തത്. പാകിസ്ഥാനിലുള്ള ചില വ്യക്തികളുമായി ഫേസ്ബുക്ക് മെസഞ്ചർ വഴിയും നിരന്തരം ഇയാൾ ബന്ധപ്പെട്ടിരുന്നതായി പോലീസ് പറഞ്ഞു.
15 വയസ്സുകാരിയെ പ്രണയം നടിച്ച് ലൈംഗിക അതിക്രമം നടത്തിയ കേസിലെ പ്രതിക്ക് വിവിധ വകുപ്പുകളിലായി 65 വർഷം കഠിന തടവിനും 1,35,000 രൂപ പിഴയടയ്ക്കാനും ശിക്ഷ വിധിച്ചു. കൊടുങ്ങല്ലൂർ ആലദേശത്ത് കോച്ചാറ വീട്ടിൽ ജിഷ്ണുവിനെയാണ് കൊടുങ്ങല്ലൂർ അതിവേഗ പ്രത്യേക പോക്സോ കോടതി ജഡ്ജ് വി വിനീത ശിക്ഷിച്ചത്. പിഴ ഈടാക്കുന്ന മുറയ്ക്ക് അതിജീവിക്ക് നൽകാൻ ഉത്തരവിട്ടു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. എല്ലാ CTV പ്രേക്ഷകർക്കും നന്മയും സമാധാനവും നിറഞ്ഞ പുതുവത്സരാശംസകൾ നേർന്ന് ആർച്ച് ബിഷപ്പ് മറാഠോസ് താഴത്തും ഔദ്യോഗിക കുര്യാക്കോസ് മെത്രാപ്പോലീത്തയും. പുതുവത്സരാഘോഷങ്ങൾ അതിർവിടാതിരിക്കാൻ കനത്ത പോലീസ് ജാഗ്രത. ജപ്തി നടപടി നേരിടുന്ന വീട് വാടകയ്ക്കെടുത്ത് ഭിന്നശേഷിക്കാരനും കുടുംബവും ദുരിതത്തിലായി. മറ്റത്തൂരിൽ ജനാധിപത്യം കശാപ്പ് ചെയ്തതിൽ LDF-നും BJP തുല്യ പങ്കാണെന്ന് മറ്റത്തൂരിലെ കോൺഗ്രസ് നേതാക്കൾ. ഈ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.